കേന്ദ്ര വായ്പാ പദ്ധതി പൂർത്തീകരണത്തിനായി കേരളം കേന്ദ്രത്തോട് കൂടുതൽ സമയം ആവശ്യപ്പെടും. കേന്ദ്രം അനുവദിച്ച വായ്പയിൽ ഉൾപ്പെടുന്ന പദ്ധതികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തുക കണ്ടെത്തുന്നതിനും സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടെന്ന് കേന്ദ്രത്തോട് അറിയിക്കും. വയനാട് പുനരധിവാസ പദ്ധതിക്കായി കേന്ദ്രം അനുവദിച്ച 520 കോടി വായ്പയിൽ കേന്ദ്രം പറഞ്ഞ സമയത്തിനനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ അധിക സമയം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കാപെക്സ് ഫണ്ടിന്റെ സഹായത്തോടുകൂടി വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും യോഗം നടന്നില്ല. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര വായ്പയിൽ തീരുമാനമുണ്ടാകും. ഇതിനുശേഷം കൂടുതൽ സമയപരിധി ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതാനാണ് സംസ്ഥാന സർക്കാരിന്റെ ആലോചന. സംസ്ഥാന സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിയുന്ന പദ്ധതികൾ പൂർത്തിയാക്കി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം ആ തുക മാത്രം കൈപ്പറ്റാം. എന്നാൽ നിലവിൽ നൽകിയിട്ടുള്ള വായ്പ മുഴുവൻ സർക്കാരിന് കിട്ടണമെങ്കിൽ അധിക സമയം വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ചേർന്ന് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന പൊള്ളയായ വാദങ്ങൾ പൊളിയുകയാണ്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരുന്നത് പലിശരഹിത വായ്പ മാത്രമാണ്. നിലവിൽ ആ തുകയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. എന്നാൽ 16 പദ്ധതികളിൽ ഒരെണ്ണത്തിന്റെ പോലും പ്രാരംഭഘട്ടം ആരംഭിക്കാതെയാണ് സർക്കാരിന്റെ ഒളിച്ചുകളി. നിലവിൽ കാലാവധി കൂട്ടിവാങ്ങിക്കൊണ്ട് വായ്പ പ്രയോജനപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള മാർഗം. ജനം, തിരുവനന്തപുരം.